ദൈവനാമത്തിന് മഹത്വം കാണട്ടെ. പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പും ഉപവാസവും മനുഷ്യന് ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. അവൻ്റെ ശരീരത്തിനും മനസ്സിനും ബലവും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിനുള്ളതായ ഒരു മുഖാന്തരമാണ് പരിശുദ്ധ നോമ്പ്. പരിശുദ്ധ സഭ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായ 5 നോമ്പുകളാണ് ഉള്ളത്. അതിൽ ദൈർഘ്യമേറിയ നോമ്പാണ് 50 നോമ്പ് എന്നറിയപ്പെടുന്ന ഈ വലിയ നോമ്പ്. ഈ വലിയ നോമ്പിൻ്റെ അവസാനത്തിലാണ് കർത്താവിൻ്റെ ക്രൂശീകരണവും തുറന്നുള്ളതായ ഉയർപ്പും ഉണ്ടാകുന്നത്. ആ ഉയർപ്പാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നിരിക്കുന്നത്. കർത്താവ് ക്രൂശിൽ നമുക്കെല്ലാവർക്കും വേണ്ടി താൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ചെയ്തിട്ടുള്ള തെറ്റിന്റെ പ്രായശ്ചിത്തമാണ് കർത്താവായ യേശു തമ്പുരാൻ തന്റെ ശരീരത്തിൽ താൻ ഏറ്റുവാങ്ങിയത്. നാം ഏൽക്കേണ്ടതായ അടികളൊക്കെയും അവിടുന്ന് ഏറ്റെടുത്തു. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷകളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു. അവസാനം തന്റെ ജീവൻ പോലും നമുക്ക് വേണ്ടി തന്നതിന് ശേഷമാണ് കർത്താവിൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്നത്. കർത്താവ് മരിച്ചു അടക്കം ചെയ്യപ്പെടുന്നവരിലും മരണത്തെ ജയിച്ചുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരുന്നു. മരിക്കുന്ന ഏവർക്കും അതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, ഒരു നിത്യജീവിതമുണ്ട്, ഒരു പുതിയ ഉയർപ്പിന്റെ അനുഭവമുണ്ട് എന്നുള്ളൊരു ദൃഷ്ടാന്തമാണ് ഈ കർത്താവിന്റെ ഉയർപ്പിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നാം ഓരോരുത്തരും ഈ നോമ്പില് ഒരുങ്ങുന്നതും നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി നോമ്പ് പരിഷ്കാരങ്ങളിൽ ഏർപ്പെടുന്നതും യമപ്രാർത്ഥന നടത്തുന്നതുമെല്ലാം ഈ നോമ്പിൻ്റെ ആയ ചില പാഠങ്ങളാണ്, അനുഭവമാണ്. അതിലൂടെ ദിനംതോറും ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിക്കും. ആത്മീയ വളർച്ച നിത്യതയുടെ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വലിയ ദൗത്യ നിർവഹണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഇന്ന് ശാന്തിയില്ല, സമാധാനമില്ലാത്തൊരവസ്ഥയാണ്. യുദ്ധവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന ഏറെ ആവശ്യമാണ് എന്ന ഈ സന്ദർഭം ഓർമ്മിപ്പിക്കുകയാണ്. ഈ വർഷത്തെ ഉയർപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ തീരുമാനത്തിൻ്റെയും പുതിയ നിശ്ചയദാർഢ്യത്തിൻ്റെയും ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.